ശബ്ദമുയർത്തി കൈകൾ ദൈവസന്നിധിയിൽ വിരിച്ച് ഒരു ഹാലേലൂയ പറഞ്ഞാട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തിന് മഹത്വം വർദ്ധിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഇന്നത്തെ കൂട്ടായ്മയിൽ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും താല്പര്യത്തോടും കൂടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. പുതിയതായും സ്ഥിരമായും ഒക്കെ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും തന്നെ ഞാൻ വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുക, അത് നമ്മൾ ഒരു ദിവസം ചിന്തിക്കേണ്ടതും ഒരു ദിവസം കേൾക്കേണ്ടതും എപ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കേണ്ടതുമാകുന്ന ഒരു വചനമാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഇന്നത്തെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ ദൈവത്തിനൊത്തവണ്ണം ശക്തിയുള്ളവരായിത്തീരും. ദൈവത്തിനൊത്തവണ്ണം എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് താൻ ചെയ്തതുപോലല്ല, അതിനേക്കാളും അപ്പുറം ചെയ്യും. അതിനേക്കാളൊരു ഉയർന്ന തലമുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഏതറ്റം വരെ ഒരു മനുഷ്യനെത്താൻ സാധിക്കുമെന്ന് സങ്കല്പിച്ചുവോ ആ അറ്റം വരെ നമുക്ക് വളരുവാൻ, വർദ്ധിക്കുവാൻ, ബലപ്പെടുവാൻ സാധിക്കുമെന്നത്രേ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ ലൈഫിൽ മാത്രമല്ല, അവൻ്റെ പ്രായോഗിക ജീവിതത്തിലും അവൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മിനിസ്ട്രിയിലും ഒരു വ്യക്തിക്ക് ഫ്രൂട്ട്ഫുള്ളായിരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പഠിച്ചെടുത്തോളം, ധ്യാനിച്ചെടുത്തോളം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ചിന്തിച്ചെടുത്തോളം, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്കൊരു ധാരണയുണ്ട്, അകത്തെ മനുഷ്യനെന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫിലേക്ക് വേണ്ടി മാത്രം ശക്തിപ്പെടുത്തേണ്ട, ഒരുക്കി വെക്കേണ്ട, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ വിളിച്ചുണർത്തേണ്ട, യൂസ് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അകത്തെ മനുഷ്യനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ മനുഷ്യനെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്, ആ മനുഷ്യനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, ആ മനുഷ്യനിലൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളിൽ പലർക്കും പറ്റുന്നൊരബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ അവിടെ ഉറക്കിയിട്ടിട്ട് നമ്മുടെ പുറത്തെ മനുഷ്യനെ കൊണ്ട് നമ്മൾ ജീവിക്കും. പുറത്തെ മനുഷ്യനെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യും, പുറത്തെ മനുഷ്യനെ നമ്മൾ ഫേഷ്യൽ ചെയ്യും, പുറത്തെ മനുഷ്യനെ നമ്മൾ ഒരുക്കും, പുറത്തെ മനുഷ്യൻ്റെ തലമുടി വെട്ടും, പുറത്തെ മനുഷ്യൻ്റെ മീശ നമ്മൾ ഡ്രിം ചെയ്യും, താടി ഡ്രിം ചെയ്യും, എല്ലാം ചെയ്യും. നമ്മളെല്ലാവരും അതിൽ വളരെ വളരെ ശ്രദ്ധയുള്ളവരാണ്. അല്പം ഒന്ന് മുടി വളർന്നാൽ നമ്മൾ ഉടനെ പോയി അതിനെ കെട്ടി. ഒന്നും തെറ്റല്ല. നിങ്ങൾ ഓർത്തു അതൊക്കെ തെറ്റാണ്. അതൊന്നും തെറ്റല്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയണമെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസി അല്ലാതിരിക്കണം. കാരണം അത് ചെയ്യണ്ടായിരുന്നെങ്കിൽ കർത്താവ് എനിക്ക് തലമുടി വെക്കണ്ടായിരുന്നു. അത് ചെയ്യണ്ടായിരുന്നെങ്കിൽ എനിക്ക് മീശ കളിക്കണ്ടായിരുന്നു. അത് ചെയ്യണ്ടായിരുന്നെങ്കിൽ എനിക്ക് തടി വരാൻ പാടില്ലായിരുന്നു. നമ്മൾ അതിനെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. അതിനെയൊക്കെ വൃത്തിയായിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. അതിനെയൊക്കെ തന്നേക്കുന്നത്. അല്ലാതെ കണ്ടാ പേടിക്കുന്ന ഒരാളെ പോലെ നമ്മൾ നടക്കാനല്ല. അതിനൊക്കെ ദൈവം നമ്മളെ കൊണ്ട് നരകത്തിയിടത്തില്ല. എന്നാൽ അതിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നത് പോലെ തന്നെ അകത്തെ മനുഷ്യൻ ഡള്ളാകുന്നുണ്ടോ എന്ന് പുറത്തെ മനുഷ്യനെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ വീക്ഷിക്കാത്തടത്തോളം കാലം അവൻ ജീവിക്കുന്നത് അവൻ്റെ പുറത്തെ മനുഷ്യനിലൂടെ മാത്രമായിരിക്കും. പുറത്തെ മനുഷ്യനെ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ വികൃതമാകുന്നത് പോലെ, തലമുടി വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ വികൃതമാകുന്നത് പോലെ, താടി ഡ്രിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വികൃതമാകുന്നത് പോലെ, ഷർട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ വികൃതമാകുന്നത് പോലെ, കാഴ്ചയ്ക്ക് ഭംഗിയില്ലാതാകുന്നത് പോലെ,
സ്വീകാര്യമല്ലാതാകുന്നത് പോലെ അകത്തെ മനുഷ്യനെ ഒരു മനുഷ്യൻ ഫോക്കസ് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ഇതുപോലെ തന്നെ സ്വീകാര്യമല്ലാത്ത അനുഭവത്തിലേക്ക് ആ മനുഷ്യൻ പിന്തള്ളപ്പെടും. അകത്തെ മനുഷ്യനെ, നിങ്ങൾ എന്നെ നോക്കുന്നത് പുറത്തെ മനുഷ്യനിലൂടെയാണ്. ഞാൻ ചിരിച്ചാൽ നിങ്ങൾ ചിരിക്കും, ഞാൻ ഷെയ്ക്ക് തന്നാൽ നിങ്ങൾ ഷെയ്ക്ക് തരും, ഞാൻ വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ നന്നായി സംസാരിച്ചാൽ നിങ്ങൾ എന്നോട് സംസാരിക്കും. അത് നിങ്ങൾ. എന്നാൽ ആത്മമണ്ഡലം വീക്ഷിക്കുന്നത്, സ്വർലോകങ്ങൾ വീക്ഷിക്കുന്നത്, നമ്മുടെ എതിരാളി പ്രതിയോഗി വീക്ഷിക്കുന്നത് എൻ്റെ പുറത്തെ മനുഷ്യൻ്റെ ബ്യൂട്ടി അല്ല. അദ്ദേഹം എന്നെ വീക്ഷിക്കുന്നത്, ആ ഒരു മണ്ഡലം എന്നെ വീക്ഷിക്കുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ എത്ര സ്ട്രോങ് ആണ് എന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരിക്കലും നന്നായിട്ട് ഷേവ് ചെയ്ത്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത്, മുഖമൊന്ന് കടുപ്പിച്ചു വെച്ച് ഞാൻ പോയി ഒരു ഭൂതബാധിതൻ്റെ മുമ്പിൽ നിന്നാൽ ഭൂതം പുറത്തു പോകുകയില്ല. ഞാൻ ഘടിപ്പിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോ എന്ന് പറഞ്ഞാൽ ആ സാധനം പുറത്തു പോകുകയില്ല. ആ സാധനം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, പോകണമെങ്കിൽ, അത് ഒബേ ചെയ്യണമെങ്കിൽ, അതെന്നെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ആ ശക്തിയും ആ വാക്കും ആ നിശ്ചയദാർഢ്യവും ആ അനോയിൻറ്റിങ്ങും എൻ്റെ അകത്തുനിന്ന് വേണം പുറപ്പെടാൻ. ഇപ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? അത് സ്വീകരിക്കുന്നത്, ആ ഡീമൺ അനുസരിക്കുന്നത് എൻ്റെ പുറത്തെ മനുഷ്യൻ്റെ കമാൻഡിലൂടെയല്ല, അകത്തെ മനുഷ്യൻ്റെ അധികാരത്തിലൂടെയാണ്. പുറത്തെ മനുഷ്യന് സ്വീകാര്യനായിരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ആത്മമണ്ഡലത്തിൽ സ്വീകാര്യനായിരിക്കണം. ഇവിടെയാണ് ഒരു ദൈവ പൈതൽ വളരെ കണ്ണു തുറന്ന് ചിന്തിക്കേണ്ടത്. മനുഷ്യർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവകൃപയിൽ നിന്നെല്ലാം ഒരു വ്യക്തി മാറി നിന്നിട്ട് ആ വസ്ത്രം ധരിച്ചാലും മനുഷ്യൻ അംഗീകരിക്കും. ഒന്നുകൂടെ പറയാം, ദൈവകൃപയിൽ നിന്നെല്ലാം വീണുപോയ ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച്, അങ്ങനെ ആരും ചെയ്യൂ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. സ്വീകാര്യത്തിൻ്റെ ആ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടി വന്നതാണ്. ദൈവകൃപയിൽ നിന്നെല്ലാം വീണുപോയ ഒരു മനുഷ്യൻ നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ബൈബിളും കയ്യിലെടുത്ത് വെച്ചാൽ ആ മനുഷ്യനെ കണ്ടാൽ ആൾക്കാർ പ്രൈസലോട് പറയും. ആ മനുഷ്യൻ കൃപയിൽ നിന്ന് വീണ് പോയോ ഇല്ലയോ ഒന്നും ആർക്കും അറിയത്തില്ല. കാരണം ഡ്രസ് കോഡ് കൊണ്ടും ആ രീതി കൊണ്ടുമാണ് ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആത്മമണ്ഡലം അങ്ങനല്ല. ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. ആത്മമണ്ഡലം അങ്ങനല്ല. ഏത് റിലത്തിൽ നിൽക്കുന്നു, ഏത് റാങ്കിൽ നിൽക്കുന്നു, ഏത് ശക്തിയിൽ നിൽക്കുന്നു, ഏത് ലെവലിൽ നിൽക്കുന്നു, ഏത് ഗണത്തിൽ നിൽക്കുന്നു, ഇതെല്ലാം ആത്മമണ്ഡലം സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവവും അങ്ങനെ തന്നെ, ദൈവത്തിൻ്റെ ദൂതന്മാരും അങ്ങനെ തന്നെ, പൈശാചിക തലങ്ങളും അങ്ങനെ തന്നെ സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഈ മുട്ടുകുത്തി നമ്മളെല്ലാവരും എപ്പോഴും ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരല്ല. ഞാൻ ഏറ്റവും കൂടുതൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തമിഴ്നാടാണ്. അവർ മണിക്കൂറുകൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് തമിഴ്നാട് ഞാൻ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം മുട്ടുകുത്തി അവർ നിന്ന് കൈവിരിച്ച് പിടിച്ച്, നമ്മൾ മുട്ടിന്മേൽ ഇരുന്നും എഴുന്നേറ്റും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അവരങ്ങനെയല്ല, നിന്നാൽ അങ്ങനെ അങ്ങ് നിൽക്കും. അതാണ് അവരുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു കൃപ. ഇവിടെ പൗലോസ് അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എൻ്റെ പൊന്നു സുഹൃത്തെ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, 1 പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. 2 മുട്ടുകുത്തുന്ന എനിക്ക് മറുപടി കിട്ടുമെന്നുള്ളൊരു ബോധ്യം വേണം. ഞാൻ പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ മുട്ടുകുത്തും. നിങ്ങൾ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? മുട്ടുകുത്തുമ്പോഴുള്ള പേരല്ല ഞാൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ എന്നുള്ളത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു വ്യക്തിയുടെ പേര് തിരുത്തുവാൻ
ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, ഒരു വ്യക്തിയെ ആളുമാറിയവനാക്കുവാൻ, ഒരു വ്യക്തിയുടെ നിലവാരത്തെ പണിതുയർത്തുവാൻ, ഇടിവുകളെ പണിയുവാൻ, കുന്നുകളെ പൊടിക്കുവാൻ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും. കാരണം പൗലോസ് പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്തിനാണ്? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഈ വാക്കൊക്കെ നമ്മളൊന്ന് മുറിച്ച് വെച്ച് പഠിക്കേണ്ട വാക്കുകളാണ്. കാരണം അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടേണ്ടതിന് നല്ല വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിളിലെ ചെറുതും വലുതുമായ വാക്കുകൾക്ക് വളരെ പ്രത്യേകതയും, ഒരു ചെറുവാക്ക് മാറിയാൽ വലിയ ഒരളവിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി മാറുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണമെന്ന് ഇവിടെ എഴുതിയാൽ ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കും, ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ പൗലോസ് ഇവിടെ അവിടെ എഴുതിയേക്കുന്നു, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ശക്തി, ബലം, ഇത് രണ്ടും രണ്ടാണ്. ബലം എന്നത് ഒരു വസ്തുവിനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീക്കാൻ ഉപയോഗിക്കുന്ന ഒരു 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 ഫോഴ്സാണ് ബലം എന്ന് പറയുന്നത്. എന്നാൽ ഈ ബലത്തെ എനിക്ക് നൽകുന്ന അകത്തുനിന്ന് പുറപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ഇപ്പം ഈ റിമോട്ട് എനിക്ക് ഇവിടുന്ന് എടുത്ത് മറ്റൊരിടത്തേക്ക് എനിക്ക് വെക്കാം. ഞാൻ വെച്ചു. അതിന് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ഈ 2 വിരലാണ്. ഈ 2 വിരലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഈ റിമോട്ടിനെ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറ്റുമെന്ന് ഞാനും കരുതുന്നില്ല, നിങ്ങളും കരുതുന്നില്ല. എൻ്റെ ഈ 2 വിരലിനെ ഇങ്ങനെ തന്നെ നിർത്തിയേക്കാനും ഇതിനെ ചേർത്ത് പിടിക്കാനും ഉപയോഗിച്ച അകത്തുനിന്ന് എന്നെ സഹായിക്കുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട്, ഒരു ബലമുണ്ട്. ആ ബലം എനിക്ക് നൽകുന്ന ഒരു ശക്തി, അതിനെയാണ് നമ്മൾ ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പലർക്കും ബലമുണ്ട്, ബ്രദറെ, എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും എന്നുള്ളൊരു ബോധ്യമുണ്ട്, എനിക്കൊരു ബലമുണ്ട് കർത്താവിൽ. മോളെ, ബലമുണ്ടായാൽ നല്ലത്. പക്ഷേ ശക്തിയോടുകൂടെയുള്ളൊരു ബലമുണ്ടായാൽ വളരെ നല്ലത്. ബൈബിളിൽ നല്ലത്, നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാമോ? കേൾക്കാം? ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ബൈബിളിൽ ആൻറ്റി ഓക്കെ ആണോ? കേൾക്കാവോ? ഓക്കെ. ബൈബിളിൽ യൂട്യൂബിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ, വോയിസിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. ബൈബിളിൽ നല്ലത് എന്നും വളരെ നല്ലത് എന്നും പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലതാ, വളരെ നല്ലത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ലതിനേക്കാളും കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളത് എന്നാണ് അർത്ഥം. പൗലോസ് ഇവിടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് അവരെ ബലപ്പെടുത്തണമേ എന്നല്ല, ശക്തിയോടെ അവർ ബലപ്പെടണമെന്നാണ്. ശക്തിയോടെ ബലപ്പെടണം. ഞാൻ ഇന്ന് ആത്മീയ ജീവിതത്തിൽ വളരെ ദാഹമുള്ളവരാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഈ അകത്തെ മനുഷ്യനെയൊക്കെ ശക്തീകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒത്തിരി റിസർച്ച് ചെയ്യുന്നവരാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടണമെന്ന് പകലില്ലാതെ ആഗ്രഹിക്കുന്നവരാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. ഞാൻ ഈ പ്രാരംഭ സമയത്തിൽ നിങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ബുദ്ധിയെ ബാൻ ചെയ്ത് വെച്ചിട്ട് നീ ഒന്ന് ബലപ്പെട്ടാൽ മതി, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ ഒന്ന് ഒഴുക്കിനൊത്ത് നീന്തിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് കയറ്റി നിർത്തുന്ന ചില തിന്മയുടെ ബുദ്ധിയുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരാം. ചില തിന്മയുടെ ബുദ്ധിയുണ്ട്. നമ്മുടെ ബുദ്ധിയോട് എതിരിടുന്ന വേറൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തെ നിങ്ങൾക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ ബലം കൊണ്ട് പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശക്തി കൊണ്ടേ പറ്റത്തുള്ളൂ. ബലം കൊണ്ട് നിങ്ങൾക്ക് ചിലത് നീക്കാം, പക്ഷെ ശക്തി കൊണ്ടേ ചിലതിനെ തകർക്കാൻ പറ്റത്തുള്ളൂ. ബലം കൊണ്ട് നിങ്ങൾക്ക് ചിലതിനെ തള്ളാം, പക്ഷെ ശക്തി കൊണ്ടേ നിനക്ക് ചിലതിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ. എത്ര ദൈവമക്കൾ മനസ്സിലാക്കുന്നുണ്ട്? ആത്മീയ ജീവിതത്തിൽ എനിക്ക് ബലം കൊണ്ട് ഒരളവ് വരെയൊക്കെ പോകാം,
പക്ഷെ തകർത്ത് മുന്നേറണമെങ്കിൽ ശക്തി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നീ ചെറുത്ത് നിന്നാൽ മാത്രം പോരാ, ചിലതിനെ കീഴ്പ്പെടുത്തണം. നീ പിടിച്ചു വാങ്ങിയാൽ പോരാ, ചില ആയുധങ്ങളെ നീ ക്രഷ് ചെയ്ത് കളയണം. അതിന് ബലം പോരാ, ശക്തി വേണം. ആമേൻ. ദൈവസന്നിധിയിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ശക്തിയോടെ ബലപ്പെടണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് കൈവച്ച് ശിഷ്യന്മാർക്ക് അഭിഷേകത്തെ പകർന്നപ്പോഴും, പൗലോസ് ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും, പൗലോസ് ലേഖനം എഴുതിയപ്പോഴും, പൗലോസ് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആ മിസ്റ്ററീസ്, റെവലേഷൻസ് താൻ സഭയ്ക്ക് ലേഖനങ്ങളിലൂടെ കൈമാറിയപ്പോഴും താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് വായിക്കുന്നവനൊന്നും ബലപ്പെടണമെന്ന്. നോ 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 ഇന്ന് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ആ ചിന്ത മായ്ച്ചു കളയണം. മെസ്സേജുകൾ നിങ്ങളെ ബലപ്പെടുത്തും. നോ, മെസ്സേജുകൾ ബലപ്പെടുത്തിയാൽ പോരാ. ഒരു പാട്ട് നമ്മളെ ആശ്വസിപ്പിക്കും. നോ, ആശ്വസിച്ചാൽ പോരാ. ചില ചെറിയ കണ്ടന്റുകൾ നമ്മെ ബലപ്പെടുത്തും. നോ, ബലപ്പെട്ടാൽ പോരാ. ആ മെസ്സേജിനകത്തുകൂടെ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ഫോഴ്സും പുറപ്പെടും, ശക്തിപ്പെടുത്തുന്ന ഒരു അനുഭവവും വെളിപ്പെടും. നീ ആദ്യത്തേത് എടുക്കുമോ രണ്ടാമത്തേത് എടുക്കണമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. കമോൺ, ഇന്നത്തെ ഈ മെസ്സേജ് ചിലർക്കൊരു ബലമാ. നോ, എനിക്ക് ബലമല്ല ആവശ്യം, എനിക്ക് ശക്തി ആവശ്യം. എന്തുകൊണ്ട് അങ്ങനെ? ശക്തി ഉണ്ടെങ്കിൽ ബലം എന്നിൽ ഓട്ടോമാറ്റിക്കലി വരും. കമോൺ, ശക്തി ഉണ്ടെങ്കിൽ ബലം എന്നിൽ ഓട്ടോമാറ്റിക്കലി വരും. ശക്തിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ബലം. എൻ്റെ ഈ കൈക്ക് ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് ഉയർത്താൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഇതിനെ എൻ്റെ ഈ കൈയെ ഉയർത്തുന്ന ഒരു ഇൻവിസിബിൾ പവർ ഉണ്ട്. ആ ബലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഉയർന്ന എൻ്റെ ഈ കരമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഇതിനുപയോഗിച്ച ശക്തി നിങ്ങൾ കാണുന്നില്ല. അത് ഇൻവിസിബിൾ ആണ്. അതെൻ്റെ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടതാണ്. മോനെ, നിനക്കൊരു സ്പിരിച്വൽ ബോഡി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ഒരു എനർജി ഫ്ലോ ചെയ്യണം. ചെയ്യണം. എന്താ പേര്? ദീപു കൃഷ്ണ. എന്ത് ചെയ്യുന്നു? പാസ്റ്ററാണ്. പറഞ്ഞാ പോരാ. അത് എനിക്ക് എൻ്റെ പുറത്തെ മനുഷ്യനെ കൊണ്ട് പറയാനേ പറ്റത്തുള്ളൂ. എൻ്റെ അകത്തൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള, ഒരു റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ആ മനുഷ്യനിലേക്കാണ് ഞാൻ പറയുന്ന ഈ എനർജി ഫ്ലോ ചെയ്യേണ്ടത്. നമ്മളിതിനെ ദൈവശക്തി എന്ന് പറയും, ലോകം അതിനെ എനർജി എന്ന് പറയും, ശാസ്ത്രം അതിനെ എനർജി എന്ന് പറയും, യൂണിവേഴ്സൽ പവർ എന്ന് പറയും, പല രീതിയിൽ അതിനെ പറയും. പക്ഷെ ബൈബിൾ അതിനെ ദൈവശക്തി എന്ന് പറയുന്നു. ദൈവശക്തി, ദൈവിക ജീവൻ. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബോഡി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. 1. 2, ആ സ്പിരിച്വൽ ബോഡി ഡെഡായിരിക്കാനുള്ളതല്ല. എവിടെ സ്പിരിച്വൽ ബോഡി ഡെഡാകുമോ, പുറത്തെ മനുഷ്യൻ ജീവിക്കും, പുറത്തെ മനുഷ്യൻ ഡാൻസ് കളിക്കും, പുറത്തെ മനുഷ്യൻ കൈകൊട്ടും, പുറത്തെ മനുഷ്യൻ ഹല്ലേലൂയ പറയും, നിങ്ങളെക്കാൾ നന്നായിട്ട് പ്രൈസ് ദി ലോർഡ് പറയും. സ്പിരിച്വൽ ഡെഡ് ബോഡിയും കൊണ്ട് നടക്കരുത്. ആ സെക്കൻഡിൽ തിരിച്ചറിയണം. അകത്തെ മനുഷ്യൻ ഡെഡായി കഴിയുമ്പോഴല്ല നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ ചില കോട്ടങ്ങൾ തട്ടുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അകത്തെന്തോ വിള്ളൽ നടന്നിട്ടുണ്ട്, അകത്തെന്തോ ഒരു സ്പിരിച്വൽ പവർ കുറയുന്നുണ്ട്, നമുക്കറിയാൻ പറ്റും. അത് തിരിച്ചറിഞ്ഞ് അതിനെ തുടക്കത്തിലേ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് പൗലോസ് പറയും, പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവിനൊത്തവണ്ണം എഴുതി, അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന ലളിതമായ ഭാഷകളിൽ അദ്ദേഹം എഴുതി. പക്ഷെ ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിനൊത്തവണ്ണമുള്ള ഒരു നിലയിൽ അത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പക്ഷെ അത് വെളിപ്പെടുന്നുണ്ട്. കാരണം അത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാണ്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നമുക്ക് ബലമുള്ളത് കൊണ്ടാണ് ചിലതിനെയൊക്കെ നീക്കി നിർത്തിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകാൻ പറ്റുന്നത്. ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ചിലതിനെ നീക്കി നിർത്തുകയല്ല, തകർത്തിട്ടേ കയറിപ്പോകത്തുള്ളൂ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നൊരു സന്ദർഭത്തിലാണോ ഈ മെസ്സേജ് കേൾക്കുന്നത്? ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഒരുവിധമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ശാസിച്ച് നമ്മുടെ ബലം കൊണ്ടൊന്ന് മാറി നിൽക്കുക അവിടെ നിന്ന് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി നമ്മൾ സൈഡിൽ കൂടെയൊക്കെ ഒന്നിങ്ങനെ ചേർന്ന് ഉരഞ്ഞും ഒക്കെ ഒന്ന് അപ്പുറത്തേക്ക് പോയൊക്കെയാണോ നമ്മൾ നോ, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ട.
ആത്മീയ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യമാണ് യേശു തന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യമെന്ന് തന്നെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ കർത്താവ് എഴുതിയേക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ഉറച്ചു നിൽക്കണമെങ്കിൽ എന്തോ വേണം? ബലം പോരാ, ശക്തി വേണം. ബലം പോരാ, ശക്തി വേണം. ബലം കൊണ്ടൊരു പരിധി വരെയൊക്കെ നമുക്ക് തല കറങ്ങുന്നു. നമ്മുടെ ബലം കൊണ്ട് നമ്മൾ ഒരുവിധമൊക്കെ കറങ്ങാതെയൊക്കെ ഇങ്ങനെ നാടി നിൽക്കും. അകത്തുനിന്ന് ആ ശക്തി അങ്ങോട്ട് പോയാൽ എന്തോ ചെയ്യും? ദേഹം ഇങ്ങോട്ട് വീഴും. മനസ്സിലായോ? ഇപ്പോൾ അകത്ത് ശക്തി ക്ഷയിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് അയ്യോ എനിക്ക് തല ചുറ്റുന്നല്ലോ എന്ന് തോന്നുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബോഡി കൊണ്ട് നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ബോഡിയിൽ നിലനിൽക്കുന്ന ഒരു ബലം കൊണ്ട് നമ്മളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനാ? വീഴരുത്. അന്നേരം നിലവിലുള്ള ഓർമ്മയും ബലവും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കയറി പിടിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? ബലം കൊണ്ടാണ് പിടിക്കുന്നത്. പക്ഷെ അകത്തുനിന്ന് പൂർണ്ണമായിട്ടും ആ ഒരു ശക്തി, ആ ഒരു കോൺഷ്യസ് അങ്ങ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അൺകോൺഷ്യസ് ആയിട്ട് വീഴും. ഇതാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആടുന്നുണ്ടെന്ന് അറിയാം, അകത്ത് ബലം കുറയുന്നുണ്ടെന്നറിയാം, പിന്നെയും നമ്മൾ എപ്പോഴോ പ്രാർത്ഥിച്ചതും ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടുമുള്ള ആ ബലത്തിൽ നമ്മളിങ്ങനെ ഒലയുന്നു എങ്കിലും പിടിച്ച് നിൽക്കും. എവിടെയെങ്കിലുമൊക്കെ കയറി പിടിക്കും, എവിടെയെങ്കിലുമൊക്കെ നിലവിലുള്ള ബലത്തിൽ കയറി പിടിക്കും. പക്ഷേ അതിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻ്റൽ ക്രിസ്ത്യൻ ലൈഫ്. നമ്മളിങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുന്നതെന്ന് സാത്താൻ സെൻസ് ചെയ്യുന്നുണ്ട്. തൽഫലമായി അവനിവിടെ പണി കുറവാണ്. കാരണം നമ്മൾ അത്രത്തോളം ബലപ്പെടുത്തുന്നില്ല, ശക്തിയോടെ ബലപ്പെടുത്തുന്നില്ല. അവനവിടെ പണി കുറവാണ്. കാരണം കുഴപ്പമില്ല, ഞാനൊന്ന് ഊതിയാൽ മതി എന്നുള്ളത് അവൻ്റെ ചിന്ത. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാര്യം എനിക്ക് ഒരാഴ്ച പ്രസംഗിച്ചാലും തീരാത്ത കണ്ടൻ്റാണ്. ഓരോ ഭാഗത്തെ മാറ്റി വെച്ച് ഓരോ ദിവസം എടുത്താലേ തീരത്തുള്ളൂ. എന്നാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് അകത്തെ മനുഷ്യൻ എന്നുള്ളതിലേക്ക് വേഗത്തിൽ നമ്മൾ അല്പമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യം, നമ്മൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നാണ്. എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്ന അകത്തെ മനുഷ്യൻ? അത് നമ്മുടെ ഹൃദയം, അതിനകത്ത് വസിക്കുന്ന ആത്മാവുമാണ്. എങ്ങനെയാണ് ബലപ്പെടണമെന്ന് പൗലോസ് പറയുന്നത്? പരിശുദ്ധ ആത്മാവിനാൽ ബലപ്പെടണമെന്നാണ് പറയുന്നത്. ആരാണ് അകത്തെ മനുഷ്യൻ? അതിന് നമ്മളെ സഹായിക്കുന്ന വേദഭാഗങ്ങളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 21 മുതൽ 23-ാമത്തെ വാക്യം വരെ നോക്കി. റോമർക്ക് എഴുതിയ ലേഖനം 7. ആകയാൽ നാം എന്തു പറയേണ്ടു? 7-ാമത്തെ അധ്യായം 21. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ശ്രദ്ധിക്കണേ, ആ വാക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ചു വിട്ടതാ, എന്നാൽ അതിനകത്ത് കിടക്കുന്ന ആത്മീയ അർത്ഥം ഭയങ്കര വലുതാ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും അത് ഭയങ്കര വല്ലാത്തൊരു വാക്കാ. എങ്കിലും ഇത് മേളി പറയുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ. ആരാ എഴുതിയ? പൗലോസ് എഴുതി. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ നിങ്ങളിലേക്ക് വരാം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ, ഞാൻ ഈ ചെയ്യുന്നതൊന്നും ശരിക്കും ദൈവത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയുന്ന നിങ്ങൾ, നാളെ മുതൽ ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് തീരുമാനമെടുക്കുന്ന നിങ്ങൾ, ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥനയ്ക്കൊരു സമയം കണ്ടെത്തിയിരിക്കും എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ, ഞാൻ ഈ മാസം എൻ്റെ വിടുതൽ കരസ്ഥമാക്കിയിരിക്കും എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ,
ഇന്ന് മുതൽ ഞാൻ മീറ്റിംഗ് മുടക്കുകയില്ല, എല്ലാ ദിവസവും ഓൺലൈനിൽ കയറും എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ, അത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അങ്ങനത്തെ നിങ്ങൾ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്ന ഒരു പ്രമാണം കാണുന്നത്. രണ്ടും ഇരിക്കുന്നത് എന്നിൽ തന്നെ. അകത്തെ മനുഷ്യൻ എന്ന ദൈവത്തിൻ്റെ പ്രമാണമുള്ള മനുഷ്യനും തിന്മ എന്ന മറ്റൊരു പ്രമാണമുള്ളൊരു മനുഷ്യനും ഇരിക്കുന്നത് എന്നിൽ തന്നെയാണ്. അപ്പം രണ്ടും വസിക്കുന്നത് ഒരുവനല്ലോ, അതെങ്ങനെ ശരിയാവും? അപ്പം ഇവർ രണ്ടുപേരെയും തമ്മിൽ കണക്റ്റ് ചെയ്യാത്ത നിലയിലുള്ള ഒരു ജീവിതമുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞു വെക്കുകയാണ്. തിന്മ എന്നെ തൊടാൻ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടും നന്മയിലൂടെ മാത്രം സഞ്ചരിക്കാനും, ശത്രു എന്നെ ആക്രമിക്കാൻ നിൽക്കുന്നു എന്നറിഞ്ഞാലും അവൻ നിൽക്കുന്നത് ഒരു പ്രമാണത്തിലാണ്, ഞാൻ നിൽക്കുന്നത് ഒരു പ്രമാണത്തിലാണ്. ആ പ്രമാണം എനിക്കെതിരാണെന്ന് അറിയാമെങ്കിലും അതിനെ തൊടാത്ത നിലയിൽ, അതിനെ അടുപ്പിക്കാത്ത നിലയിലുള്ള സക്സസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ കഴിയുമെന്ന് ഇവിടെ പറയുന്നു. ഒരു വിശ്വാസി നിങ്ങളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ സംസാരിക്കുന്നു. നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്, നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയുന്നത് പോലെ തന്നെ പൈശാചിക ആത്മാവിനെ നമ്മൾ വ്യക്തമായി അറിയുന്നു. നിങ്ങൾ ആത്മാ സംബന്ധമായി നിങ്ങൾ ശക്തിയോടെ ബലപ്പെടുമ്പോൾ ആ ബലത്തെ കെടുത്താൻ ഒരു പൈശാചിക ആത്മാവ് ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ആ ആത്മാവിനെ എന്നിലോട് അടുപ്പിക്കാത്ത, കണക്ട് ചെയ്യാത്ത നിലയിലുള്ള സക്സസ് ആയ ഒരു ജീവിതം സാധ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. തിന്മയുടെ ഒരു പ്രമാണമുണ്ട് എന്ന് ഞാൻ കാണുന്നു. മോനെ, കണ്ടാൽ അതിനെ കണ്ട് മോഹിച്ചുകൊണ്ടിരിക്കരുത്. കണ്ടാൽ അതിനെ എന്റർടൈൻ ചെയ്യരുത്. കണ്ടാൽ അതിനെ ആസ്വദിക്കരുത്. മനസ്സിലായോ? തിന്മയുടെ പ്രമാണമുണ്ടെന്ന് ഞാൻ കാണുന്നു. നമുക്കെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. എല്ലാം നമ്മൾ ഇൻവിസിബിൾ ആണെന്ന് നമ്മൾ കരുതും. പക്ഷെ പല ഇൻവിസിബിൾ ആക്ടിവിറ്റീസും വിസിബിൾ ആയിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇൻ ജീസസ് നെയിം. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു താമര വിരിയുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കാണും. ഒരു താമര വിരിയുന്ന പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആത്മീയാർത്ഥം പറഞ്ഞുതരാം. അത് ചിലരുടെ അടഞ്ഞ കണ്ണുകൾ തുറക്കുന്നതിന് സമമായത്. ആ കാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വെളിപ്പാടി ഞാനത് കണ്ടതാ. ഒരു താമര ഇങ്ങനെ മെല്ലെ വിരിയുന്ന പോലെ ഞാനിങ്ങനെ കാണുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയും അടഞ്ഞിരിക്കുന്ന ആത്മീയ കണ്ണ് ഈ സെക്കൻഡിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടെ ഈ മെസ്സേജ് എല്ലാവർക്കും ഉള്ളതാണോ എന്ന്. പക്ഷെ ആർക്കോ ഉള്ളതാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആർക്കോ ഉള്ളതാണെന്ന് എനിക്കറിയാം. സ്തോത്രം. അപ്പോൾ ഇതാരുടെയൊക്കെയോ കുരുട് പിടിച്ച കണ്ണുകളെ തൊട്ടുകൊണ്ടിരിക്കുന്ന, പിശാച് ബാധിച്ച് ബാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില കണ്ണുകളിലേക്കാണ് ഈ പ്രകാശം, ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്. കാരണം ഞാൻ ആ ഒരു കാഴ്ചയും കൂടെ കണ്ടതുകൊണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ. കാരണം ഈ മെസ്സേജ് ആരിലേക്കോ എത്തിക്കൊണ്ടിരിക്കുന്നു, റീച്ച് ചെയ്യുന്നുണ്ട് ഈ മെസ്സേജ്. ഓക്കെ, നോക്കൂ. അപ്പം ഇൻവിസിബിൾ ആയിട്ടുള്ള അറ്റാക്കുകളാണ്, ഇൻവിസിബിൾ ആയിട്ടുള്ള വെപ്പണാണ്. പക്ഷെ അത് വിസിബിൾ ആയിട്ടാണ് ഒരു ആത്മീയൻ്റെ ജീവിതത്തിലേക്ക് വന്ന് പതിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രശ്നം ഇന്നുണ്ട്. നിങ്ങൾ എന്നെ പറയുന്നു, ഇതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ബ്രദറെ. പക്ഷേ അതിന്ന് നിങ്ങൾ വിസിബിളായി അനുഭവിക്കുന്നതും അത് ഇൻവിസിബിളായി നിങ്ങളിലേക്ക് വന്നതാണ്. ഇന്നലെ വരെ ഇല്ലാത്തൊരു നടുവേദന, നല്ല രീതിയിൽ ആത്മാവിൽ ആരാധിച്ച നിങ്ങൾ ബലപ്പെട്ടിട്ടൊക്കെ വന്ന് ഒരു പ്രശ്നമില്ല, നല്ല ചാർജ് നൂറേ നിന്നതാ. പക്ഷെ സഡൻലി നിങ്ങൾക്ക് പെട്ടെന്ന് വെട്ടി ഒടിക്കുന്ന ഒരു ക്ഷീണവും ശരീരവേദനയും. കാര്യം നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചിട്ട് വന്നതാ. പക്ഷേ ഇൻവിസിബിൾ റിലത്തിൽ നിന്ന്, ഇൻവിസിബിൾ വേൾഡിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നതാണ്. ഇൻവിസിബിൾ ആയിട്ട് വന്നൊരു അറ്റാക്കാണ്. പക്ഷെ നിങ്ങളത് വിസിബിളായിട്ട് അനുഭവിക്കുന്നു. നിങ്ങൾക്കതറിയാം. നിങ്ങളുടെ കൈക്ക് നീര്, കാലിന് നീര് വിസിബിളാണ്, അതിൻ്റെ റിസൾട്ട് വിസിബിളാണ്. പക്ഷെ അറ്റാക്ക് ഇൻവിസിബിൾ ആയിരുന്നു. കാണാം, പക്ഷെ നേരത്തെ കാണാൻ പറ്റിയില്ല, ഇപ്പം കാണാം. ഓരോ അനുഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഓരോ അനുഭവങ്ങൾ സാത്താൻ നമ്മുടെ കണ്ണിനെ പിടിച്ച് മറച്ചിട്ട് മേത്ത് കൊണ്ടിട്ടിട്ട് പിന്നെ കണ്ടിട്ട് നമ്മൾ അയ്യോ വിളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയാൻ പറ്റുമോ ബ്രദറെ? ഇങ്ങനൊരവസ്ഥയെ തടയാൻ പറ്റുമോ?
ഞാൻ പറയും തടയാൻ പറ്റും. എന്താണ് ഇതിൽ നിന്ന് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മളെല്ലാവരും എന്തോ ചെയ്തിരിക്കുക, ബലപ്പെടുത്തി വെച്ചിരിക്കുക. ആ തീരുമാനം ഒന്ന് മാറ്റിയാൽ മാത്രം മതി. അകത്തെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തി വെച്ചിരിക്കുക, ആ തീരുമാനം ഒന്ന് മാറ്റിയാൽ മതി. ശക്തിയോടെ ബലപ്പെടുന്ന ഒരു അനുഭവം. നിങ്ങൾ ഫിറ്റ്നസ് സെൻറ്ററിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരെ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, 2 ദിവസം ഓടി 3-ൻ്റെ അന്ന് 3 മുട്ടയും കഴിച്ച് വീട്ടിൽ കിടക്കുന്നവരെ കാര്യമല്ല പറഞ്ഞേ. ഡെഡിക്കേറ്റഡ് ആയിട്ട് ബോഡി ഫിറ്റ്നസ് ചെയ്യാൻ പോകുന്നവരെ ശ്രദ്ധിച്ചാൽ അവർക്ക് എഴുന്നേൽക്കുന്നതിനൊരു സമയം ഉണ്ടാവും, അവരുടെ ഭക്ഷണ കാര്യത്തിൽ ഒരു ക്രമം ഉണ്ടാവും, അവർ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിനൊരു സമയം ഉണ്ടാവും. അവരവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു കുടം വെള്ളം എടുത്തിട്ട് നടുവിന് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലല്ല. അവരെ കൊണ്ട് പറ്റുന്നത്രയല്ല, പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് അവരവിടെ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ പറ്റുന്ന, ഒരു 2 മാസം 3 മാസം 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ അവരുടെ ബോഡി വേറൊരു ലെവലിലാണ് കാണുന്നത്, വേറൊരു ആകൃതിയിൽ അവരുടെ ബോഡി കാണുന്നത്. ഭയങ്കര ഫിറ്റായിരിക്കും അവർ. കാര്യം എന്താണ്? അവരുടെ ദിനചര്യയിലും അവരുടെ ഇൻടേക്ക് കാര്യത്തിലും വ്യത്യാസപ്പെടുത്തി ആ കാര്യം. അവരുടെ ഭക്ഷണ കാര്യങ്ങളിലെല്ലാം ഒരു ക്രമമുണ്ട്. അതവരവിടെ ചെയ്തത് നമ്മൾ ചെയ്യാത്തൊരു തീരുമാനം അവരവിടെ എടുത്തത് കൊണ്ടാണ്. നമ്മൾ മുടക്കാത്തൊരു വില അവർ മുടക്കിയത് കൊണ്ടാണ്. നമുക്ക് തോന്നാത്തൊരു തോന്നൽ അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക എന്നൊരു തീരുമാനം മാറിയിട്ട് മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഒരാത്മീയൻ വന്നാൽ മതി. അവൻ ശക്തിയോടെ ബലപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് മാറും. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക എന്ന തീരുമാനത്തിൽ നിന്ന് ശക്തിയോടെ ബലപ്പെടുത്തുക എന്ന ഒരു ഉയർന്ന തീരുമാനത്തിലേക്ക് ഒരു ആത്മീയ പൈതലെത്തിക്കഴിയുന്ന ഇടം മുതൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നമ്മളൊക്കെ ഒന്ന് മഴ ചാറിയാൽ പനി പിടിക്കുന്നത് പോലെ അവർക്ക് മഴ ചാറിയാൽ പനി പിടിക്കത്തില്ല. നമ്മളൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്താൽ, സ്മോക്ക് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പുകയുള്ള ഭാഗത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തുമ്മി വിയർത്താകെ വേണ്ടാത്ത അവസ്ഥയിലാവുന്നല്ലോ. അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ ഭയങ്കരമായിട്ട് ചാർജായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയം, എക്സസൈസ് ചെയ്യുന്ന സമയം. അതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി എപ്പോൾ താഴോട്ട് പോകുന്നു ആ സെക്കൻഡിൽ ചില പുക കാണുന്ന സമയത്ത് നമ്മൾ ആകെ ആ ആവിയാൽ ബാധിക്കപ്പെട്ട് നമ്മൾ അവിടെ അങ്ങ് വീഴും. നമ്മുടെ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മളൊന്ന് റിസ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അറ്റാക്കുകളെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കും. ഉള്ളം, നിങ്ങളെ വാക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉള്ളത്തിൽ എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. അതാ പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലിലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നത് എവിടെ കൊണ്ടാ? ഉള്ളം കൊണ്ടാ. രണ്ടാമത് പറയുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എവിടെ കൊണ്ടാ? പുറം കൊണ്ടല്ല, ഉള്ളം കൊണ്ട്. അപ്പോൾ ഈ ഉള്ളം, ഇതിനെ ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ദേണ്ടറ, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തല്ല ഭൂതം വന്ന് ബന്ധിക്കുന്നേ, അകത്തുനിന്ന് തന്നെ നമുക്കുള്ള ബന്ധനത്തെ ഓൾറെഡി അവർ റെഡിയാക്കി വെച്ചിരിക്കുക. നിങ്ങൾ ആ വാക്കൊക്കെ ശ്രദ്ധിച്ചെടുത്ത് പഠിക്കണം. അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു, എന്നെ ബന്ധിച്ചു കളയുന്നു എന്നത്രേ പൗലോസ് പറയുന്നത്. ബന്ധിച്ചു കളയുന്നു എന്ന അവസ്ഥയിലല്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ അവയവങ്ങളിലൂടെ പോരാടുന്ന പാപപ്രമാണത്തിൽ ബന്ധിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കാണുന്ന കാര്യം ഇതെടുക്കുന്നതും എൻ്റെ തലച്ചോറാണ്. ഞാൻ കേൾക്കുന്ന കാര്യം ഇത് ചിന്തിക്കുന്നതും എൻ്റെ തലച്ചോറാണ്. ഞാൻ വായിക്കുന്ന കാര്യം ഇത് ക്യാപ്ചർ ചെയ്യുന്നതും എൻ്റെ തലച്ചോറിലുള്ള ഇമേജ് സിസ്റ്റം തന്നെയാണ്. ഇത് ക്യാപ്ചർ ചെയ്ത് ഭാവനയിൽ കാണുന്നു. എന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലാണ് ഞാൻ ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ ഈ വായിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിനകത്തിട്ട് നിങ്ങൾ വീണ്ടും അതിനെ
ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടിയും കഴിച്ച് വചനവും കേട്ടുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തോന്നും അടുത്ത ഏതെങ്കിലും ഒരു റീൽസ് കാണാൻ തോന്നും, അങ്ങനെ അങ്ങ് പോകും. എന്നാൽ ഇതിലേക്ക് നിങ്ങളെ ദൈവാത്മാവ് പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ നിങ്ങളുടെ ബ്രെയിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊന്നും കളയാനില്ല. എന്നാൽ ഞാൻ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കേൾക്കുന്നത് പോലെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് അത് എടുക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ പരിവർത്തനം ചെയ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് എടുക്കേണ്ടത് മാത്രമേ എടുക്കാവൂ, കളയേണ്ടത് കളയണമെന്ന ഒരു റെസിസ്റ്റൻസ് പവർ നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പെട്ടിരിക്കണം. പലരെയും ബദ്ധനാക്കി കളയുന്നത് ഇവിടെയാണ്. ഒരൊറ്റ നല്ല അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ബന്ധത്തിൽ കൊണ്ടിടും, ചില വാക്കുകൾക്കകത്ത് കൊടുക്കും, അകത്തേക്ക് കേൾക്കും, തലച്ചോറ് കൊണ്ട് ചിന്തിക്കും, എടുക്കാൻ പാടില്ല എന്നറിയാമെങ്കിൽ എടുക്കും, അകത്ത് സ്റ്റോർ ചെയ്യും, ആ റിലേഷനിൽ കണക്റ്റ് ആവും, അതോടെ പോയി കിട്ടും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ, മൊബൈലിൽ കൂടെ വരുന്ന പല കാര്യങ്ങൾ. ഇതൊക്കെ എന്തിന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു, ഇതെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യനെ വീക്കാക്കുന്ന കാര്യങ്ങളാണ്. വേണ്ടാത്ത ദുർവർത്തമാനങ്ങൾ, വേണ്ടാത്ത ഏഷണി കയറ്റുന്ന കാര്യങ്ങൾ, ഒരു വ്യക്തിയെ കുറ്റം പറയുന്ന കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ കുറ്റം കേൾക്കുന്ന കാര്യങ്ങൾ, മറ്റൊരു വ്യക്തിയെ വേണ്ടാത്ത രീതിയിൽ അവർ പോലും അറിയാത്ത കാര്യങ്ങളെ വിധിക്കുന്ന കാര്യങ്ങൾ, അവരങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള മുൻവിധികൾ, ഇതെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യനെ വീക്കാക്കും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ഉള്ളം കൊണ്ട് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ പറ്റുകയും ചെയ്യും, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ദ്രവിച്ചു പോവുകയും ചെയ്യും. കുറ്റം പറയുന്ന ആൾക്കും ആരാധനയെ പോയിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റും, കൈയടിക്കാൻ പറ്റും. ആ ചർച്ചിലുള്ള വേറെ ആര് തുള്ളുന്നതിനേക്കാളും ഉയരത്തിൽ ജമ്പ് ചെയ്യാനും പറ്റും. പക്ഷേ അതൊക്കെ ആ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അകത്തെ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം മറ്റൊരു പ്രമാണം പോരാടുന്നത് നമ്മിൽ തന്നെയാണെന്ന് ഓർക്കണം. കാരണം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവയവങ്ങളിലൂടെ പോരാടുന്ന ഒരു വല്ലാത്ത ഡിമോണിക് റിലം, ഒരു ഡിമോണിക് ഫങ്ഷൻ, ഒരു ഡിമോണിക് അജണ്ട നമ്മുടെ അവയവങ്ങളോട് ഇന്നും, നമ്മുടെ അവയവങ്ങളിലേക്ക് ഇന്നും എയിം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബലം പോരാ, ശക്തിയോടെയുള്ള ബലം വേണം. ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കൈ കൊണ്ടല്ല, കൈയെ ഉപയോഗിക്കുന്ന ഡീമനെ റെസിസ്റ്റ് ചെയ്യേണ്ടത് ഇന്നർ മാൻ്റെ പവർ കൊണ്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിലേതെങ്കിലും ഒരു കാര്യം എനിക്ക് ഒഴിവാക്കാനില്ല. കാരണം എന്ത് കാര്യവും ബാധിക്കുന്നത് എൻ്റെ അകത്തെ മനുഷ്യനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒന്ന് നിങ്ങളൊരു വയലൻസ് മോഡിലോട്ടൊക്കെ ഒന്ന് പോയി വീട്ടിൽ വേണ്ടാത്ത എല്ലാം നിങ്ങൾ വിളിച്ചു വാരി പറഞ്ഞ് ഒന്ന് കോപം കാണിച്ച് നിങ്ങൾ കിച്ചണിലെ പാത്രമൊക്കെ ഫ്ലൈയിങ് ഡിസ്ക് പറത്തുന്ന പോലെയൊക്കെ ഒന്ന് പറത്തി ഭയങ്കര ഒരു വല്ലാത്തൊരു വാർ സീൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥന മുറിക്കകത്തേക്ക് വന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, നിങ്ങൾ സ്തോത്രം ചെയ്യും കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്ര സാന്നിധ്യം അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മെല്ലെ പോകും. കാര്യം എന്നാ, നിങ്ങൾക്ക് സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. കാര്യം വേറൊന്നുമല്ല, അകത്തെ മനുഷ്യൻ അത് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അകത്തെ മനുഷ്യൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അകത്തെ മനുഷ്യനത് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അകത്തെ മനുഷ്യന് ആ ഒരു സന്ദർഭത്തെ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഇവിടെ ആക്റ്റീവായ പ്രമാണം എന്ന് പറയുന്നത് വേറൊരു പ്രമാണമാണ്. മറ്റൊരു പ്രമാണം എന്നെ ബദ്ധനാക്കി കളഞ്ഞു. എവിടെ ബദ്ധനാക്കി? അകത്തെ മനുഷ്യനെ ബദ്ധനാക്കി. എന്നിട്ട് നമ്മുടെ അവയവങ്ങൾ, നിന്നെ ഞാനുണ്ടല്ലോടാ, നിന്റെ തലയ്ക്ക് ഞാൻ ഈ പാത്രം കൊണ്ട് ഒരൊറ്റ ഇടിക്ക്. ഇതൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യന് പറയാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇരിക്കുന്നുണ്ടല്ലോ, ഒരൊറ്റ തൊഴി വെച്ച് തന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ അകത്തെ ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്നേ. പാസ്റ്റർ ചുമ്മാ അങ്ങനെ പറയുന്നതല്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യനെ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഓരോ വാക്ക് ഒറ്റ തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ
ചെറിയൊരളവിൽ വ്യത്യാസം വരിക അകത്തെ മനുഷ്യൻ്റെ ശക്തിക്ക്. കാരണം അത് അസ്വസ്ഥപ്പെടുകയാണ്. ഞാൻ ഈ റൂമിനകത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഇതിനകത്ത് ഒരു പരിധി വരെ എനിക്ക് പുകച്ചാൽ എനിക്ക് സഹിക്കാം. പക്ഷേ അതിനപ്പുറം ഇതിനകത്ത് സ്മോക്ക് കൊണ്ട് നിറച്ചാൽ ഞാൻ എന്തോ ഇതിനകത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ മെല്ലെ എസ്കേപ്പ് ആവും എന്നതുപോലെയാണ്. ഒരു പരിധി വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ അകത്തെ മനുഷ്യൻ. ഒരു പരിധി വരെയൊക്കെ ജീവനോടിരിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ സൈലൻ്റ് ആവും. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം ഇവിടെയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മളിത് ഈ ആണ്ടറതിക്കും ഈസ്റ്ററിനും ദുഃഖവെള്ളിയാഴ്ചയ്ക്കും പെസഹ വ്യാഴത്തിനും ഒക്കെ മാത്രം പോയി നമ്മൾ ചാർജ് ചെയ്യേണ്ട സാധനം അല്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഹലോ പാസ്റ്റർ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് വർഷാവർഷം നമ്മളങ്ങനെ ഹായ് 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 പാസ്റ്റർ പറയുന്നത് പോലെ പറയാനുള്ള കാര്യമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വർഷത്തിൽ മാത്രം നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഓർക്കേണ്ട ആളല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പാസ്റ്ററിനെ നമുക്ക് വർഷത്തിൽ ഓർത്താൽ മതി, കാരണം ഇനി അടുത്ത വർഷം പിറന്നാളുള്ളൂ. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നവിടെ പറയുമ്പോൾ നാൾക്ക് നാൾ, ഇന്ന് നാളെ അടുത്തത്, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഭയങ്കര വല്ലാത്തൊരു ചേഞ്ച് തോന്നല്ലേ? പുറത്തുള്ള മനുഷ്യൻ എൻ്റെ 20 വയസ്സിൽ ഇരുന്നവരല്ല ഞാൻ ഈ പ്രായത്തിൽ ഇരിക്കുന്നത്, ഈ വയസ്സിൽ ഇരിക്കുന്നത്. എനിക്ക് ഒത്തിരി വ്യത്യാസം എൻ്റെ സ്കിന്നിൽ വന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, എനിക്കെത്ര വയസ്സ് ചെന്നാലും 20 വയസ്സിൽ ഉള്ളതുപോലെ ഇരിക്കണമെങ്കിൽ അങ്ങനെയും ഇരിക്കാം, 10 വയസ്സിലുള്ളതുപോലെ ഇരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെയും ഇരിക്കാമെന്ന് അകത്തെ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ എഴുതി വയ്ക്കുന്നു. ആ ചെറുപ്പം നിലനിർത്താൻ, ആ ഒരു സ്പിരിച്വൽ യൂത്ത് നിലനിർത്താൻ നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് അങ്ങനൊരു സിസ്റ്റം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. എന്താണ് ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്? നമ്മുടെ മനസ്സും നമ്മുടെ വികാരവും നമ്മുടെ ഇച്ഛയും അടങ്ങുന്ന മനുഷ്യൻ്റെ ആത്മാവിനെയാണ് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ്, വികാരം, ഇച്ഛ, ഇത്രയും കൂടെ അടങ്ങുന്ന നമ്മുടെ മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനെയാണ് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, എനിക്കിങ്ങനൊരു ഇച്ഛയുണ്ടെങ്കിലും എനിക്കിങ്ങനൊരു വികാരം എന്നെ കീഴ്പ്പെടുത്തുന്നു, എനിക്കിങ്ങനൊരു മനസ്സുണ്ടെങ്കിലും ആ മനസ്സിനകത്ത് വരുന്ന ഇങ്ങനത്തെ ഒരു ഇച്ഛ എന്നെ കീഴ്പ്പെടുത്തും. മനസ്സിലായോ? നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലായോ? ഒന്നിനകത്തുകൂടെ തന്നെ വീണ്ടും തിരിഞ്ഞു കൊത്തുന്ന പോലത്തെ അവസ്ഥകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് നടക്കുന്ന, അവൻ്റെ അന്തർഭാഗത്ത് നടക്കുന്ന ഒരു വൈകാരിക യുദ്ധമാണ്. ഈ യുദ്ധത്തെ ഒരു മനുഷ്യൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവവിശ്വാസിയായാൽ മാത്രം പോരാന്നർത്ഥം. ദൈവവിശ്വാസി, നമ്മളെക്കാൾ നല്ല ദൈവവിശ്വാസികൾ വേറെയുണ്ട്. ഇവിടെ നമ്മുടെ സിസ്റ്റം ഒന്ന് റീഫർബിഷ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. നമ്മൾ ഇത്രയും കാലം ഈ മനസ്സും ഈ വികാരവും ഈ ഇച്ഛയും കൊണ്ട് ജീവിച്ച വ്യക്തികളാണെങ്കിൽ നമ്മൾ വികാരങ്ങൾക്കും ഇച്ഛയ്ക്കും മനസ്സിൻ്റെ തോന്നലുകൾക്കും കീഴ്പ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദൈവിക സിസ്റ്റത്തിൽ പുത്രൻ എങ്ങനെ ജീവിച്ചോ, ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ പുത്രനായ ക്രിസ്തു എങ്ങനെ ജീവിച്ചോ ആ സിസ്റ്റത്തിൽ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു സ്പിരിറ്റുണ്ട്. ഞാനൊരു മനുഷ്യാത്മാവാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞാനൊരു മനുഷ്യാത്മാവാണ്. ഈ മനുഷ്യാത്മാവാകുന്ന എനിക്ക് മനസ്സുണ്ട്, വികാരമുണ്ട്, ഇച്ഛയുണ്ട്. ഞാൻ പക്വതയും പ്രായമൊക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ആ പെൻസിൽ വേണം, എനിക്ക് വാങ്ങിത്താപ്പാ, വാങ്ങിത്തന്നു. അതെൻ്റെ മനസ്സിൻ്റെ തോന്നലാണ്, എൻ്റെ നിർബന്ധമാണ്, എൻ്റെ ഇച്ഛയാണ്, എൻ്റെ വികാരമാണ്, എൻ്റെ തോന്നലാണ്. എനിക്ക് പെൻസിൽ വേണം. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു സൈക്കിൾ വേണം, വാങ്ങിത്താപ്പാ. കുറച്ച് കഴിഞ്ഞാൽ അതേ അപ്പനോട് എനിക്കൊരു സിഗരറ്റ് വേണം, വാങ്ങിത്താപ്പാ പറയാൻ പറ്റുമോ? അതും മനസ്സിൻ്റെ ഒരു തോന്നലാണ്, അതും വികാരമാണ്, അതും ഒരു ഇച്ഛയാണ്. എന്നാൽ
അത് തെറ്റാണ്, അത് പാടില്ല, അതെനിക്കുള്ളതല്ല, അതെൻ്റെ ബോഡിക്ക് ഹാംഫുള്ളാണ്, എൻ്റെ ഹെൽത്തിന് ദോഷമാണ് എന്നും കൂടെ തോന്നിപ്പിക്കുന്ന മറ്റൊരു തോട്ട് എൻ്റെ അകത്തുനിന്ന് തന്നെയാണ് വ്യാപരിച്ചത്. എനിക്ക് സിഗരറ്റ് വേണം, വാങ്ങി താപ്പ എന്ന് പറയണമെന്ന് തോന്നിയതും എനിക്ക് തന്നെയാണ്. അതെനിക്ക് ദോഷമാണ് എന്ന് എൻ്റെ അകത്തുനിന്ന് തന്നെ എന്നെ തോന്നിപ്പിച്ചത്. അപ്പോൾ ഒരു മനുഷ്യന് രണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അസംഖ്യം ആത്മാക്കൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ വിശുദ്ധ ബൈബിളിൽ ഒത്തിരി തെളിവുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിനാലും നയിക്കപ്പെടാൻ കഴിയും, ഒരു മനുഷ്യന് സാത്താൻ്റെ ആത്മാവിനാലും നയിക്കപ്പെടാൻ കഴിയും. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സിഗരറ്റ് വേണമെന്ന്, എനിക്ക് അല്പം മദ്യം വേണമെന്ന്, എനിക്കൊരു മോശം വഴിക്ക് പോകണമെന്ന്, എനിക്കൊരു മോശം കാര്യം കാണണമെന്ന്, എനിക്കൊരു മോശം ബന്ധത്തിൽ ഏർപ്പെടണമെന്ന്, എനിക്കൊരു മോശം ചാറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്ന ആ ഒരു ഈവിൾ ടെൻഡൻസിയെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ അതിന് ബദ്ധനാക്കി, പൗലോസ് പറഞ്ഞ പോലെ ബദ്ധനാക്കി കളയുന്നു, നിങ്ങളെ ബദ്ധനാക്കി കളയരുതെങ്കിൽ കുഞ്ഞെ, നീ ദൈവവിശ്വാസി ആയാൽ പോരാ, നിനക്ക് ബലം ഉണ്ടായാൽ പോരാ, നിനക്ക് ചർച്ചിൻ്റെ വഴി അറിഞ്ഞാൽ പോരാ, നിങ്ങൾ അന്യഭാഷ പ്രാപിച്ചാൽ പോരാ, നിങ്ങൾ കൈയടിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പോരാ, മറ്റൊരു പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ തയ്യാറായാൽ പോരാ, നിങ്ങൾക്ക് ബലത്തിൻ്റെ മുകളിലുള്ളൊരു ശക്തി വേണം. ബലത്തിൻ്റെ മുകളിലുള്ള ഒരു ശക്തി വേണം. നിങ്ങളുടെ കടഭാരം നിങ്ങളെ ബദ്ധനാക്കി കളയരുതെങ്കിൽ, നിങ്ങളുടെ നാളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളെ ബദ്ധനാക്കി കളയരുതെങ്കിൽ, പൊതുജനത്തിൽ നിന്നുള്ള ആക്ഷേപവും പരിഹാസവും നിന്ദയും തിരസ്കരണങ്ങളും നിങ്ങളെ ബദ്ധനാക്കി കളയരുതെങ്കിൽ, ഡിപ്രഷൻ നിന്നെ ബദ്ധനാക്കി കളയരുതെങ്കിൽ, ആങ്സൈറ്റി നിന്നെ ബദ്ധനാക്കി കളയരുത് എങ്കിൽ, കൂട്ടുകെട്ടുകളില്ല, ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കൊരു ഭാവിയില്ല, ജീവിതമില്ല എന്ന് നിന്റെ മനസ്സ് നിന്നോട് വല്ലാതെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ചിന്തയ്ക്ക് നിങ്ങൾ ബദ്ധനായി പോകരുതെങ്കിൽ, നിങ്ങൾക്ക് ബലം പോരാ, നിങ്ങൾക്ക് അന്യഭാഷ മാത്രം പോരാ, നിങ്ങൾക്ക് ചേർച്ച് ഏതാന്ന് അറിഞ്ഞാൽ പോരാ, മറ്റൊരു പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് തോന്നിയാൽ പോരാ, അതിനുമൊക്കെ മുകളിൽ നിൽക്കുന്ന, ബലത്തിന്റെ മുകളിൽ നിൽക്കുന്ന, വികാരങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി ഒരു മനുഷ്യനെ ഭരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ആത്മാവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ദൈവമക്കളെ ബദ്ധനാക്കി കളയുന്ന, ദൈവമക്കളെ കീഴ്പ്പെടുത്തുന്ന, ദൈവമക്കളെ വശീകരിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ പോലും അതിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഈ സെക്കൻഡിൽ വിശ്വസിക്കുന്നവന്റെ അവയവത്തിൽ നിന്ന്, വിശ്വസിക്കുന്നവന്റെ സോളിൽ നിന്ന്, വിശ്വസിക്കുന്നവന്റെ മൈൻഡിൽ നിന്ന് ഈ സെക്കൻഡിൽ റിമൂവ് ആകട്ടെ. ഒന്ന് ആത്മാവിൽ ഒന്ന് ദൈവത്തോട് പ്രതികരിച്ച്, എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രതികരിച്ച്, എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രതികരിച്ച്, എല്ലാ ഈവിൾ തോട്ട്, എല്ലാ ഈവിൾ സിസ്റ്റം ഇപ്പോൾ നിങ്ങളുടെ മേൽ നിന്ന് ബ്രേക്ക് ആകട്ടെ. ചില കാര്യങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് പറയണമെന്നുണ്ട്, പക്ഷേ എന്നാൽ ചില ലിമിറ്റേഷൻസും എനിക്കുണ്ട്. ഒത്തിരി പേര് പല രീതിയിലുള്ള ഈവിൾ തോട്ടിന് കീഴ്പ്പെടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം, ഞാനൊരു ശുശ്രൂഷകനാണ് എന്നുള്ളത് കൊണ്ടും കൂടെ ഞാൻ നിങ്ങളോട് പറയാം, ആസക്തികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് ഇന്ന് വരെയുള്ള പത്രമാധ്യമങ്ങൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇന്ന് വരെയുള്ള, ഇന്ന് മാത്രം 300 പേരെയാണ് ലഹരി കടത്തും ലഹരി അടിമയുമായിട്ട് കൊച്ചിയിൽ നിന്ന് മാത്രം പിടിച്ചത്. ഇന്ന് മാത്രം, ഒരു രാത്രി മാത്രം, ഒരു മിഡ് നൈറ്റ് റെയ്ഡ് നടത്തിയപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ഒരു മിന്നൽ പരിശോധന നടത്തിയപ്പോൾ പോലീസുകാർ കണ്ടു, മിഡ് നൈറ്റിൽ മാത്രം പിടിച്ചതാണ് 300 ചെറുപ്പക്കാരെ. എന്തിനാ? ലഹരിക്കടിമ. ഇപ്പം മദ്യമൊന്നും വേണ്ട, വേറൊരു തരത്തിലും വേണ്ട, അവർക്ക് സിന്തറ്റിക് ഡ്രഗ് മതി. കാരണം അവർക്ക് ഏറ്റവും സുഖം, ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തണം, അനുഭവം ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കണം. ഞാൻ ഈ പറയുന്ന വാക്കും നമ്മൾ പറയുന്ന വാക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ മതി. വീര്യം ഏറ്റവും ഹൈ എൻഡിലായിരിക്കണം. നമ്മുടെ ഈ ബുക്കും ഞാൻ ഈ പറയുന്ന വാക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാൽ മതി. നമ്മളെന്തോ പഠിപ്പിക്കുന്നത്? ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ. എന്നാൽ ആ ഡ്രഗ് എന്താ പഠിപ്പിക്കുന്നത്? സുഖത്തിൻ്റെ ഏറ്റവും ഉയർന്ന നില. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായോ?
ദൈവപ്രമാണത്തിന് വിരോധമായ മറ്റൊരു പ്രമാണം, ദൈവിക വീര്യത്തിന് വിരോധമായ മറ്റൊരു വീര്യം. ഇത് തന്നെയാണ് ഡിമോണിക് സിസ്റ്റം എന്ന് പറയുന്നത്, ഡിമോണിക് ടീച്ചിങ് എന്ന് പറയുന്നത്. അതെന്തിനാടാ ഇത്? അതൊക്കെ എന്തുവാടാ? അതൊക്കെ അവന്മാരൊരു പണിയില്ലാതെ പറയുന്നില്ലടാ, നീ ഇങ്ങോട്ട് വാടാ, ഇതിൽ നിന്ന് ഇച്ചിരി എടുത്ത് സേവിക്കടാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാടി വിളിക്കും. അപ്പം ലഹരിക്കടിമയായ പ്രായം ചെന്നവരൊന്നും അല്ല, കൊച്ചു പിള്ളേരാ, കൊച്ചു പിള്ളേരാ, പയ്യന്മാരാ, പെൺമക്കളാ, കൊച്ചു പിള്ളേരാ. അവരൊക്കെ അടിമപ്പെട്ടു പോയി. ആസക്തി ഒരു ഡ്രഗിൽ തുടങ്ങും, ഒരു പഫിൽ തുടങ്ങും, പിന്നെ ഇത് മറ്റൊരു പാപം ചെയ്യാൻ പിന്നെ ആരും അവരെ മറ്റാരും ചെയ്തു എന്ന് കേൾപ്പിക്കുമെന്ന് വേണ്ട, അവിടുന്ന് പിന്നെ അടുത്തതിലേക്ക് കൊണ്ടുപോയിക്കോളും. ഒരു ഡിമോണിക് എൻട്രി ഒരു ബോഡിയിലേക്ക് പ്രവേശനം കിട്ടിയാൽ ആ ഒരു ചെറിയ സാധനം അവിടെ ഇരുന്ന് കുഴിച്ച് അതതിൻ്റെ അങ്ങറ്റം വരെ അത് കുഴിക്കും. അതിനെ എത്ര കാലം ഇരുത്തും അത്രയും കാലം അത് കുഴിക്കും. ഒരു ചെറിയ ഒരു ആസക്തി, ഒരു ചെറിയൊരു സ്വഭാവം, ചെറിയൊരു സ്വഭാവ ദൂഷ്യം ഒരു മനുഷ്യനിലേക്ക് കയറിയാൽ അത് എന്തോ ആയിക്കോട്ടെ, അത് പുറത്ത് പറയാൻ പറ്റുന്നതോ പറ്റാതെ എന്തോ ആയിക്കോട്ടെ, അകത്ത് കയറിയാൽ കുഴിച്ച് അവിടെ ഇരുന്ന് കുഴിച്ച് ഒരു മനുഷ്യനെ ആത്മീയ തകർച്ചയും ഭൗതിക തകർച്ചയുമുള്ള അവന് സമൂഹത്തിലൊരു വിലയില്ലാത്തവനാക്കി കളയും. കൊച്ചുമക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യൗവനക്കാരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ബന്ധം, വേണ്ടാത്തൊരു ബന്ധം, കുടുംബത്തിൽ ചേരാത്ത, വീട്ടിൽ ചേരാത്ത, സഭയ്ക്ക് ചേരാത്ത, നമുക്ക് ചേരാത്ത ഒരു ബന്ധത്തിന് നമ്മുടെ ഹൃദയത്തിലോ ഫോണിലോ ഇടം കൊടുത്താൽ, ഒരു വീഡിയോയ്ക്കാകട്ടെ ഒരു ചാറ്റിനാകട്ടെ ഇടം കൊടുത്താൽ, ആ സാധനം അവിടെ ഇരുന്ന് കുഴിച്ച് നിൻ്റെ പേഴ്സണാലിറ്റിയും നിൻ്റെ സ്പിരിച്വാലിറ്റിയും നിൻ്റെ ഫാമിലിയും നിൻ്റെ ബന്ധങ്ങളെ എല്ലാം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതെന്തിന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം അകത്തെ മനുഷ്യനെ ബന്ധപ്പെടുന്നുണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് പുരുഷനോ സ്ത്രീയോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വ്യക്തി എന്നെ വിളിച്ചു, എന്നോടൊരു വിഷമം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, പാസ്റ്റർ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കത് പാസ്റ്ററോട് പറയാമോ എന്നറിയത്തില്ല, എനിക്കൊരു മനുഷ്യൻ്റെ അടുത്ത് പോകാനൊക്കത്തില്ല, പോയി കഴിഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയോടൊരു വല്ലാത്ത ആസക്തി തോന്നും. അതിപ്പോൾ അറിയുന്ന ആളൊന്നും ആവണമെന്നില്ല, വല്ലാത്തൊരു ആസക്തി തോന്നും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അങ്ങ് പൊട്ടിക്കരയുക. എനിക്കിത് പാസ്റ്ററോട് പറയാമോ, പറയാൻ പാടില്ലയോ, എനിക്കൊന്നും അറിഞ്ഞൂടാ പാസ്റ്റർ, ഞാൻ പക്ഷെ നന്നായിട്ട് ആരാധിക്കുന്ന വ്യക്തി, നന്നായിട്ട് സഭയിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു വ്യക്തി, നന്നായി ദൈവവചനത്തിനകത്ത് എനിക്ക് ഒരു ഗ്രിപ്പുള്ളൊരു വ്യക്തി, എനിക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പാസ്റ്റർ എനിക്ക് അങ്ങനൊരു തോട്ട് വേണ്ട, എനിക്ക് അങ്ങനൊരു ഇഷ്ടം വേണ്ട, എനിക്ക് അങ്ങനൊരു ആഗ്രഹമേ ഇല്ല പാസ്റ്റർ. പക്ഷെ ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, എൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ളൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയെ വല്ലാതെ ഒരാകർഷണം, എനിക്ക് അത് ആരോടാണെന്നില്ല, അതാര് വന്നാലും എനിക്ക് അവരുടെ ആ മാംസത്തോടെ എനിക്ക് ഒരു ആസക്തി തോന്നുന്നു, ഒരാകർഷണം തോന്നുന്നു. എനിക്കിത് എൻ്റെ സഭയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കത്തില്ല, എനിക്കിത് ആരോടും പറയാനൊക്കത്തില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനൊക്കത്തില്ല, വിശ്വാസികളോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ ഒരു മെസ്സേജ് എന്നെ വല്ലാതെ തൊട്ടത് കൊണ്ടാണ് ഞാൻ പാസ്റ്ററെ വിളിച്ചത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം. അവർ പറഞ്ഞ 2-3 പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. ഒന്ന്, എനിക്കിത് താല്പര്യമില്ല, എനിക്കിങ്ങനൊരു ചിന്ത വേണ്ട, എനിക്ക് നല്ലൊരു ഫാമിലിയുണ്ട്, എനിക്കിങ്ങനൊരു തോട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ഘട്ടം വരുമ്പോൾ എന്നെ ആ ഒരു തിന്മയിലേക്ക് നിർബന്ധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്ത് അവർ നിൽക്കുന്നത്. അങ്ങനൊരു വല്ല നിർബന്ധിക്കുന്നു, എനിക്കിങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ കഴിയും. പൗലോസ് ഇതല്ലേ പറഞ്ഞത്? അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം. മോനെ, ഇതൊരു പ്രമാണമാണ്. ആ പ്രമാണത്തെ നീ കൈവശപ്പെടുത്തി അമർച്ചലാക്കാത്തടത്തോളം കാലം എനിക്ക് ഒരു സക്സസ് ഉണ്ടെന്ന് ഞാൻ കരുതി പോകരുത്. ഞാൻ അട്ടഹസിച്ച് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ തീ വരുന്നു, മഴ വരുന്നു, പേമാരി വരുന്നു, കടൽ വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? ഈ കാര്യത്തിനകത്ത് ആ തീയും ആ ഇടിവെട്ടും ആ മിന്നലും ഒക്കെ എൻ്റെ മേൽ പതിക്കണമെങ്കിൽ, ഞാൻ ആ ദൈവ സാന്നിധ്യത്തിന് കീഴ്പ്പെടണമെങ്കിൽ, എനിക്ക് കീഴ്പ്പെടേണ്ടതിനെ ഞാൻ ആദ്യം കീഴ്പ്പെടുത്തണം.
യൗവനക്കാരി, ചെറുപ്പക്കാരെ, കല്യാണം കഴിഞ്ഞവരെ, കല്യാണം കഴിയാത്തവരെ, ഇന്ന് ലോകം മുഴുവനും ഈ ഒരൊറ്റ പിടിക്കകത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അത്ഭുതം തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല രീതിയിലാണ് കെട്ടഴിഞ്ഞ് സാത്താൻ നടക്കുന്നത്. ഇങ്ങനെ ആരെ വീഴ്ത്താം, കല്യാണം കഴിഞ്ഞവനെയും കല്യാണം കഴിയാത്തവനെയും, വിവാഹം ആലോചിച്ച് വെച്ചേക്കുന്നവനെയും എൻഗേജ്മെൻറ്റ് നടത്തി വെച്ചേക്കുന്നവനെയും എല്ലാം ഒരുപോലെ ട്രാപ്പ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആക്ച്വലി ഒരു മനുഷ്യൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അവൻ്റെ, നമ്മൾ പറയും പേഴ്സണാലിറ്റി അല്ലേ? എന്താ പേഴ്സണാലിറ്റി? നമ്മുടെ അകത്തെന്തുണ്ടോ അതാണ് പുറത്ത് വരുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ അധരം സംസാരിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അതാണ് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് സ്വീകാര്യം ഒരു മനുഷ്യന്. അല്ലാതെ ഒരു മനുഷ്യനെ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ഡമ്മിയായി നിർത്തി പാവക്കൂത്ത് കളിക്കാം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയോ ഞാൻ ഇങ്ങനെ. പക്ഷെ അവൻ്റെ റിയൽ ലൈഫിൽ അവനെ വാച്ച് ചെയ്യുമ്പോൾ അവൻ എന്താണോ അതാണ് അവൻ്റെ മൂല്യം, അവൻ്റെ ആകെ മൂല്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വില എന്ന് പറയുന്നത് അവൻ്റെ അവൻ്റെ അകത്തിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഭയങ്കര രീതിയിലൊക്കെ ആരാധിക്കും, നല്ല രീതിയിലൊക്കെ ആരാധിക്കും. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരോടും പ്രൈസിലോട് പറയുമ്പം ആക്ച്വലി നന്നായിട്ട് ആരാധിച്ച വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, ചില കമൻറ്റുകൾ, ചില രീതികളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഈ രീതിയിൽ സംസാരിക്കാൻ, ഈ രീതിയിൽ പരിഹാസം അടിക്കാൻ, മറ്റൊരു ദേവദാസനെയാണ് പരിഹസിക്കുന്നത്, മറ്റൊരു ബലീവറെയാണ് ഇങ്ങനെ പൊട്ടച്ചൊല്ലി വെച്ച് സംസാരിക്കുന്നത്, മറ്റൊരാളെയാണ് ഇകഴ്ത്തി സംസാരിക്കുന്നത്. ഇപ്പം ഇത്രയും നേരം ഈ പുള്ളി തുള്ളിയതോ റൂഫ് തട്ടുന്ന പോലെ ചാടിയതോ ഇപ്പോൾ ഈ പുള്ളി ഏത് ആത്മാവില്ലാതെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ. അദ്ദേഹം കൈയടിച്ചതോ അന്യഭാഷ പറഞ്ഞതോ അദ്ദേഹം ഇൻഷേർട്ട് ചെയ്തതോ ക്ലീൻ ഷേവ് ചെയ്തതോ അല്ല. അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം കാണുന്നതാ, ഈ ലൈവാണ്, ഇതാണ് ലൈവ്. അദ്ദേഹം ഈ ആരാധന കഴിഞ്ഞിട്ട് സംസാരിച്ചൊരു രീതിയുണ്ടല്ലോ, ആരാധന കഴിഞ്ഞിട്ട് ആൾ ഇടപെട്ട ഒരു രീതിയുണ്ടല്ലോ. ഈ മെസ്സേജൊക്കെ കേട്ട് സ്തോത്രവും ആമേനും പറഞ്ഞ് തലകുത്തി മറിഞ്ഞതിന് ശേഷവും പുള്ളി എഴുന്നേറ്റിട്ട് അടിച്ച പരിഹാസവും അതാണ് അയാൾ, അതാണ് അദ്ദേഹത്തിൻ്റെ അകത്തെ സാധനം. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? കൈയടിക്കുന്നത് കണ്ടോ, അന്യഭാഷ പറയുന്നത് കണ്ടോ, ഒച്ചത്തി തൊണ്ട കീറുന്നത് കണ്ടോ ഒന്നും നമുക്ക് അകത്തെ മനുഷ്യനാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അകത്തെ മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യേശുവിനെ പോലെ ജീവിക്കണം. അത് യേശുവിനെ പോലെ ജീവിക്കണം. അത് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും അതുപോലെ തന്നെ. കർത്താവിൻ്റെ സുഖമുള്ള കാലത്ത് യേശു കർത്താവിന് ഒരു പേഴ്സണാലിറ്റിയും, ഗെത്സമനയുടെ കാലത്ത് വേറൊരു പേഴ്സണാലിറ്റിയും ആയിരുന്നില്ല. ഇനി തീർന്നില്ല. ഗെത്സമനയുടെ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത്, ദൂതൻ ഇറങ്ങിയ സമയത്ത് ഒരു പേഴ്സണാലിറ്റിയും, ക്രൂശ് ചുമപ്പിച്ച് അടിച്ചു മുറിവേൽപ്പിച്ച സമയത്തും വേറൊരു പേഴ്സണാലിറ്റി ആയിരുന്നില്ല. കാരണം ക്രൂശിൻ്റെ ഇപ്പുറത്ത് കള്ളം കിടക്കുമ്പോഴും കർത്താവ് എന്താണ് റിയൽ ആയിട്ടുള്ള ക്രൈസ്റ്റ് എന്ന് വെളിപ്പെടുത്തിയത് നമ്മുടെ യേശുവാണ്. എന്താണ് ക്രൈസ്റ്റ്? ക്രിസ്തു അഭിഷിക്തൻ എന്ന് വെളിപ്പെടുത്തിയത് നമ്മുടെ യേശുവാണ്. ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ അനോയിന്റഡ് പേഴ്സൺ, വെളിപ്പെടുത്തിയത് യേശുവാണ്. കാരണം മുറിഞ്ഞ് ഒന്ന് കൈ ഇവിടെ മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞാൽ നമ്മുടെ ടെമ്പർ തെറ്റും. പിന്നെ പിള്ളേരെ അടുത്ത് വന്നാൽ പോക്കണം അവിടെ നിന്ന് കേട്ടോ, ഞാൻ ഇപ്പം കിക്ക് ചെയ്യുന്നിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തും ഇല്ലേ? കാരണം നമ്മുടെ ഇമോഷൻസിനകത്താണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഈ ഇമോഷൻസ് വെളിപ്പെടേണ്ടത് യേശുവിലായിരുന്നു. കാരണം 6000 താഴെ മുറിപ്പാടുകൾ കർത്താവിൻ്റെ ശരീരത്തിലുണ്ടായിട്ടും തൊട്ടടുത്തൊരു മനുഷ്യൻ യേശുവിനെ പരിഹസിച്ചിട്ടും ഇടത്തൊരു മനുഷ്യൻ കർത്താവിനെ അനുകൂലിച്ച സമയം കർത്താവ് പരിഹസിച്ചവനിലേക്കല്ല നോക്കിയത്. എന്താടാ നിന്നെ മാത്രം രക്ഷിക്കാൻ പറ്റാത്ത, ഞങ്ങളിവിടെ ന്യായമായിട്ടാണ് കിടക്കുന്നത്, നിനക്കെന്താ നിന്നെ രക്ഷിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ച് കർത്താവിൻ്റെ ആ ദൈവത്വത്തെ പരിഹസിച്ചവനിലേക്കല്ല യേശു നോക്കിയത്. ഇടതുവശത്ത് ഒരുത്തൻ വെളിപ്പാടോടെ സംസാരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടോ ഇവിടെ വായും പൂട്ടി വെച്ചിട്ട് നമ്മൾ ന്യായമായിട്ട് അനുഭവിക്കുന്നത് ഇവൻ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെന്ന് എനിക്കറിയാം. കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞു. കർത്താവ് പരിഹസിച്ചവനിലേക്കല്ല നോക്കിയത്, അംഗീകരിച്ചൊരുവനിലേക്കാണ് നോക്കിയത്. ഇതകത്തെ മനുഷ്യൻ്റെ ഒരു ഭയങ്കര ക്വാളിറ്റിയെ കാണിക്കുന്നതാണ്. നമ്മളെ പരിഹസിക്കുന്നവർ കാണും നമുക്ക് ചുറ്റും, നമ്മളെ അംഗീകരിക്കാത്തവർ കാണും നമുക്ക് ചുറ്റും, നമ്മളെ ഇകഴ്ത്തി സംസാരിക്കുന്നവർ കാണും നമുക്ക് ചുറ്റും. പക്ഷേ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ പരിഹസിക്കുന്നവനിലേക്ക് നോക്കരുത്. നിന്നെ അംഗീകരിക്കുന്ന, നിന്റെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ, നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് കേൾക്കാൻ, നീ എങ്ങനെ പെരുമാറുമെന്ന് കാണാൻ, നിങ്ങൾ എങ്ങനെ ഒരു വല്ലാത്തൊരു വേഴ്സായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്നറിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
പരിഹസിക്കുന്നവനിലേക്ക് നോക്കണ്ട. സമശിക്ഷാവിധിയായിരിക്കാം, പക്ഷേ പരിഹസിക്കുന്നവനിലേക്കൊന്നും നോക്കണ്ട. ഇടതുവശത്ത് കർത്താവ് നോക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മുറിപ്പാടോടുകൂടെ ടെമ്പർ തെറ്റിയവനായിട്ടല്ല സംസാരിച്ചത്. വേദനയുടെ പുറത്ത് ആ ഇമോഷൻസിലല്ല യേശു സംസാരിച്ചത്. ഒരു നോട്ടം കൊണ്ടുപോലും അവനെ കർത്താവ് വേദനിപ്പിച്ചില്ല. ഈ കരുത്തിൽ സംസാരിച്ചവനെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ചില്ല. പകരം അകത്തെ ആത്മാവ് കൊണ്ട് ഈ മനുഷ്യനെ ആശ്വസിപ്പിച്ചു. മോനെ, സ്വർഗത്തിലെ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. ദൈവമക്കളെ, എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നത്തെ ഈ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഞാനിവിടെ നിർത്തുകയാണ്. അകത്തെ മനുഷ്യൻ എത്ര മുറിപ്പാടുകളുണ്ടെങ്കിലും പുറത്ത് പെയിനായിരിക്കും, പക്ഷെ അകത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അകത്തെ മനുഷ്യൻ ആക്റ്റീവ് ആണെങ്കിൽ ഈ പുസ്തകം പറയുന്നു, ഈ പുസ്തകത്തിൻ്റെ നായകൻ പറയുന്നു, പുറത്തെ മുറിപ്പാടുകൾ വരുത്താൻ പറ്റത്തുള്ളൂ, പുറത്തെ ദ്രോഹിക്കാൻ പറ്റത്തുള്ളൂ, പുറത്തെ മനുഷ്യനെ മാത്രമേ പരിഹസിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാണാൻ കഴിയാത്ത ഒരകത്തെ തലത്തെ ചാർജ് ചെയ്യാനും അതിനെ ഡ്രെയിൻ ചെയ്യാനും നിനക്ക് മാത്രമേ പറ്റൂ. ഒന്നുകൂടെ പറയാം, പുറത്തെ മനുഷ്യനെ ചാർജ് ചെയ്യാനും പുറത്തെ മനുഷ്യനെ തടവാനും പുറത്തെ മനുഷ്യനെ ഒരുക്കാനും പുറത്തെ മനുഷ്യനെ മുറിവേൽപ്പിക്കാനും ലോകത്തിൽ പലർക്കും പറ്റും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അകത്തെ മനുഷ്യനെ ചാർജ് ചെയ്യാനും ആ ചാർജിനെ ഡ്രെയിൻ ചെയ്യാനും അതിനെ തുറന്നു വിടാനും നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അതിന് ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കർത്താവ് യേശു ക്രിസ്തു നല്ലൊരു മാതൃകയാണ്. വേറെ ഒരു വിശുദ്ധന്മാരിലേക്കും പോകുന്നില്ല. യേശു കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയും പുനരുത്ഥാനം മുതൽ സ്വർഗാരോഹണം വരെയും പഠിക്കുന്ന സമയത്ത് ഒരേ വേവിലായിരുന്നു കർത്താവ് പോയത്. അതിൻ്റെ കാരണം, അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ദൈവബന്ധമായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതം നമ്മളെ വല്ലാതെ മുറിവേൽപ്പിക്കും. ബന്ധങ്ങൾ നമ്മൾ പാലും തേനും കൊടുത്ത് വളർത്തിയവർ തന്നെ നമ്മളെ മുറിവേൽപ്പിക്കും. നമ്മൾ ആശ്വാസമായവരും നമ്മൾ പ്രാർത്ഥിച്ചവരും തന്നെ നമുക്കെതിരായിട്ട് തിരിയും. എന്നാലും അവരോടൊരു മുഷിഞ്ഞ മുഖമോ മുഷിഞ്ഞ നോട്ടമോ ഇല്ലാതെ എവിടെ ഒരുവൻ രക്ഷിക്കപ്പെടാനുണ്ട്, എവിടെ ഒരുവൻ സ്നാനമേൽക്കാനുണ്ട്, എവിടെ ഒരുവൻ ആശ്വാസം പ്രാപിക്കാനുണ്ട്, എവിടെ ഒരുവൻ കരുതൽ അനുഭവിക്കാൻ യോഗ്യനായുണ്ട് എന്ന ഒരു ദീർഘവീക്ഷണം മാത്രമാണ് ഞാൻ ക്രിസ്തുവിൽ കണ്ടത്. വലതുവശത്ത് ഒരുത്തൻ തന്നെ ആക്ഷേപിക്കുകയും ദൈവത്വത്തെ നിന്ദിക്കുകയും ചെയ്തപ്പോൾ ഇടതുവശത്ത് അതേപോലൊരു കള്ളൻ അവന് രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ മനസ്സുണ്ടെന്ന്, ദൈവത്തെ എവിടെയോ കേൾക്കുകയോ അവൻ എങ്ങനെയോ ദൈവത്തെക്കുറിച്ചൊരു അംശം അറിഞ്ഞ ഒരു അനുഭവം ഇവനുണ്ടെന്ന് വാക്കിൽ കേട്ടപ്പോൾ കർത്താവിൻ്റെ ആർദ്രതയുള്ള കണ്ണ് ആ മനുഷ്യനിലേക്ക് നോക്കിയതുപോലെ, സുഹൃത്തെ, നിങ്ങൾക്ക് ചുറ്റും പാമ്പിൻ വിഷം ചീറ്റുന്ന മനുഷ്യരായിരിക്കും ഉള്ളത്, തേളുപോലെ കുത്തുന്ന മനുഷ്യരായിരിക്കും ഉള്ളത്. എൻ്റെയോ നിങ്ങളുടെയോ കണ്ണൊന്നും അതിലേക്ക് നോക്കേണ്ട കണ്ണുകളല്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ വീര്യത്തെ കെടുത്തുന്നതിലേക്ക് നോക്കേണ്ട കണ്ണല്ല. നമ്മുടെ കണ്ണ് നമ്മുടെ നായകനിലേക്ക് നോക്കേണ്ട കണ്ണാണ്. കാരണം നമ്മളൊരു ഇമോഷനിൽ ജീവിക്കാൻ സാധ്യത കൂടിയ ഒരു മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ദൈവശക്തി നമുക്ക് തന്നിട്ടാണ് കർത്താവ് പോയെ. പലയിടത്തും ഇമോഷൻസ് നിയന്ത്രിക്കാത്തതാണ് പ്രശ്നങ്ങളുടെ കാരണം. ഒരു വാക്കുകൊണ്ട് തീർക്കേണ്ടത് നിയമം കൊണ്ട് തീർക്കേണ്ടി വന്നത് ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു വാക്കുകൊണ്ട് കരുതേണ്ടത് കരുതാത്തത് കൊണ്ടാണ് പുറത്തെ വാക്കുകൾ തേടി പലരും പോയത്. നമ്മുടെ വീട്ടിനകത്തുള്ളവർ ആശ്വസിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തയ്യാറാകാത്തത് കൊണ്ടാണ് പുറത്ത് ആശ്വാസം ഉണ്ടോ എന്ന് അന്വേഷിച്ച് പലരും ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ദൈവപൈതലേ, ഇന്ന് മനസ്സിലാക്കുക, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്ന ഒരു വ്യക്തിത്വം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിനകത്ത് സക്സസ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഭൂതങ്ങളെ പിടിക്കാൻ ഇഷ്ടമാണ്, രോഗികളെ സൗഖ്യമാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ആക്ച്വലി മാനസാന്തരപ്പെടേണ്ടത് നമ്മളിൽ പലരുമല്ലേ. കാരണം നമ്മളാണ് യേശുവിനെ പോലെ മുറിവേറ്റതെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? മുറിവിൻ്റെ മേൽ വീണ്ടും എരിയുന്നതിൽ എണ്ണ ഒഴിക്കുന്നോടാ എന്നും ചോദിച്ച് നമ്മൾ പ്രതികരിക്കത്തില്ലേ?
പ്രതികരിക്കുമെന്നാണ് നമ്മുടെ മറുപടിയെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. ഞാൻ തിരിച്ചവന് 2 കൊടുക്കും എന്ന് പറയുമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടേ പറ്റൂ. എൻ്റെ അടുത്തൊന്നും അവൻ്റെ വേല നടക്കുകയില്ല എന്ന് പറയുമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടേ പറ്റൂ. എന്നോട് അവൻ്റെ കളി എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെട്ടേ പറ്റൂ. കാരണം ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരടിക്ക് 2 അടി പകരം കൊടുക്കും എന്നുള്ളതല്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അഭിഷിക്തൻ എന്നാൽ അതകത്ത് ജീവനുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. അഭിഷിക്തൻ എന്നാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അഭിഷിക്തൻ എന്നാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നാണ് അർത്ഥം. ഒരു പ്രതിപുരുഷൻ്റെ സ്ഥാനം വഹിക്കുന്ന എന്നെക്കുറിച്ച് ജനവും പല എക്സ്പെക്റ്റേഷനിലാണ്, അതിലുപരി എൻ്റെ ദൈവവും പല എക്സ്പെക്റ്റേഷനിലാണ്. അതുകൊണ്ട് ദൈവപൈതലേ, നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. എവിടെയൊക്കെയോ ഞാൻ ഓക്കെ ആണെന്ന് ചിന്തിച്ചു, എന്നാൽ പലയിടത്തും ഞാൻ ഓക്കെ അല്ല എന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിച്ചുവെങ്കിൽ നമുക്ക് ഈ സമയം ഒന്ന് ഒരുങ്ങാനും മാനസാന്തരപ്പെടാനും ഉള്ള ഒരു സമയമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് അകത്തെ മനുഷ്യനെ നമുക്ക് ജീവൻ വെപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം ലോകം അത്രയും വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിൽക്കുന്നതല്ല, എന്നെ ദൈവം നിർത്തിയിരിക്കുന്നതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ദൈവിക കരുതൽ എന്നിൽ നിന്ന് മാറിക്കൂടാ, ആ ദൈവിക സാന്നിധ്യം എന്നിൽ നിന്ന് മാറിക്കൂടാ, ആ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് മാറിക്കൂടാ, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്നിൽ നിന്ന് മാറിക്കൂടാ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ടേ മതിയാകത്തുള്ളൂ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ബലപ്പെടാൻ കഴിയുക, ശക്തിയോടെ ബലപ്പെടാൻ കഴിയുക? അതിൻ്റെ ഉറവിടമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമത്രേ അവൻ നമ്മെ ശക്തീകരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമത്രേ. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ നമുക്കൊന്ന് നിറയാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ പലതും തേടിപ്പോകുമ്പോൾ ശരിയായി നമ്മുടെ അകത്തെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്ന് കൊടുക്കാൻ നമ്മളിൽ പലരും മറന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടത് എന്താണെന്നുള്ളത് കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അപ്പാ എൻ്റെ അകത്തെ മനുഷ്യന് വേണ്ടത് ഞാനൊന്ന് രൂപാന്തരപ്പെടേണ്ടതിന്, ഞാനൊന്ന് ശക്തീകരിക്കപ്പെടേണ്ടതിന് വേണ്ടതിനിലേക്കൊന്ന് പകരണമേ. അതിപ്പോൾ ആഗ്രഹിക്കുന്ന ദൈവമക്കളിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. ദൈവ സാന്നിധ്യമായി, ശക്തിയായി, ബലമായി, വിടുതലായി, ജീവനായി, അനുഭവമായി അത് വിശ്വസിക്കുന്ന ദൈവമക്കളിലേക്ക് ആ ദൈവിക കരുണ ഒഴുകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവൻ്റെ മേൽ ആ ദൈവശക്തി ആകർഷിക്കട്ടെ. വിശ്വസിക്കുന്നവൻ്റെ മേൽ കർത്താവിൻ്റെ കരം വരട്ടെ. ബലപ്പെടുത്തുന്ന കരം, ശക്തീകരിക്കുന്ന കരം, പുതുക്കുന്ന കരം. എല്ലാ ചടഞ്ഞുകൂടി ആത്മീയ അനുഭവങ്ങളും പൊട്ടിമാറട്ടെ. എല്ലാ സ്പിരിച്വൽ ഡ്രൈനസ് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ലൗഡ മഹദി ഫൽഹദുനിയ സീനാ റഹോദൽ ഫിലാധർ ഗോസിയാന്തരോ എൽബ്രസദ ജനഫിർതന ശതോജനു നിഗതന പ്രഭാർത്ഥന ജല ഘടുദരഗതനിയ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാം ബ്ലോക്കായി നിൽക്കുന്നത് ഇപ്പോൾ തന്നെ അൺബ്ലോക്ക് ആകട്ടെ. ദൈവം ഓപ്പൺ ആക്കിയത് സാത്താൻ ബ്ലോക്ക് ചെയ്തത്, ദൈവം ഓപ്പൺ ആക്കിയത് മനുഷ്യൻ ബ്ലോക്ക് ചെയ്തത്, ദൈവം ഓപ്പൺ ആക്കിയത് ഡീമൺസ് ലോക്ക് ചെയ്തത്, യേശുവിന്റെ നാമത്തിൽ ആ ബ്ലോക്കിനെ ഞങ്ങൾ പൊട്ടിക്കുന്നു. റിലീസ് ചെയ്യും. ലിബ്ര ഷെൽബ്ര ഖസിയ തറ എൽമ മമ 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 യെസെറ്റനെ യഹോവ. എല്ലാ അധരബന്ധനങ്ങളും പൊട്ടിമാറട്ടെ. എല്ലാ അധരബന്ധനവും പൊട്ടിമാറട്ടെ. ശക്തി ഇറങ്ങുന്നു. ഓ, ജനം സ്വതന്ത്രമാകുന്നു. യേശുവിന്റെ ജീവനാൽ, യേശുവിന്റെ സാന്നിധ്യത്താൽ. Powerful name of Jesus. പിതാവേ, ഈ ജനത്തിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് കേട്ട തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തുന്ന
അങ്ങയുടെ ജീവനായി, സാന്നിധ്യത്തിനായി, ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഗൈഡൻസിൽ ജീവിക്കാൻ, അങ്ങയുടെ ലീഡർഷിപ്പിൽ നിൽക്കാൻ അതിയായി കൊതിക്കുകയും അങ്ങയുടെ ലീഡർഷിപ്പിലേക്ക്, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിലേക്ക്, അവിടുത്തെ ഹിതത്തിലേക്ക്, ഇച്ഛയിലേക്ക്, അവിടുത്തെ കൺട്രോളിലേക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിനെയും യൂട്യൂബ് പ്ലാറ്റ്ഫോമിനെയും ഞങ്ങളെയും കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വേറൊരു മാനുഷികമോ രാഷ്ട്രീയമോ ആകുന്ന നിയമങ്ങൾ വേണ്ട കർത്താവേ, വേറൊരു പ്രമാണവും വേണ്ട. അങ്ങയുടെ പ്രമാണത്തിൽ ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കട്ടെ, ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. അതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗ് ആണ്. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടുന്ന് നമ്മെ നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവുമുള്ള മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് അനുഗ്രഹമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും അറിയിക്കുക ഇങ്ങനൊരു ഓൺലൈൻ മിനിസ്ട്രി നടക്കുന്നുണ്ട് എന്നുള്ളത്. കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും അതിനൊത്തവണ്ണം തന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.